കേന്ദ്ര സംഘം രാവിലെ പോയി, കേന്ദ്ര സംഘം വൈകിട്ടായപ്പോഴേക്കും 900 ചില്ലുവാനം കോടി അനുവദിച്ചു. ഏത് മെമ്മോറാണ്ടം, ഏത് കണക്ക്? സുരേഷ് ഗോപിയുടെ മനോനിലയെ സംബന്ധിച്ച് ഞാൻ താങ്കളോട് പറഞ്ഞ് മനസ്സിലാക്കേണ്ടതില്ല, കേരളത്തിലെ ജനങ്ങളോട് പ്രത്യേകിച്ച് പറഞ്ഞ് മനസ്സിലാക്കേണ്ടതില്ല. നമ്മുടെ പ്രിയപ്പെട്ട ഒരു കേന്ദ്രമന്ത്രിയുണ്ട്. കേന്ദ്രമന്ത്രി അവിടെ ഇങ്ങനെ കൈയൊക്കെ മലർത്തി തലയൊക്കെ ആട്ടി ചിരിച്ചുല്ലസിച്ച് ഗോഷ്ഠി കാണിക്കുക. 5 നയാ പൈസ തരുന്നില്ലെന്ന് മാത്രമല്ല, പൈസ ഇങ്ങോട്ട് താ എന്ന് ചോദിക്കുക. ഈ പറയുന്ന എയർ ബില്ല് അത് സാധാരണമാണ്, എല്ലാ സംസ്ഥാനവും കൊടുക്കുന്നതാണ് എന്നാണല്ലോ ന്യായീകരണം. കോടതി ചോദിക്കലാണ്, ഇത്ര നാൾ നിങ്ങൾ കാത്തിരുന്നില്ലേ? ഈ ദുരന്തകാലത്ത് പൈസ ഇല്ലാതെ പൈസ കെഞ്ചി ചോദിക്കുമ്പോഴാണോ കേന്ദ്രമേ നിങ്ങളിത് ചോദിക്കുന്നത്? ഒരു 6 മാസം കൂടി കാത്തിരുന്നുകൂടെ? കോടതിക്ക് വരെ അത് മാജിക്കൽ റിമൈൻഡർ, ഒരു മാന്ത്രിക ഓർമ്മപ്പെടുത്തലാണ് എന്ന് കോടതിക്ക് വരെ തോന്നുകയാണ്. ഇന്ന് കോടതിയിൽ കേന്ദ്രത്തിന് കിട്ടിയ തിരിച്ചടിക്ക് കയ്യും കണക്കുമുണ്ടോ ജി ജോസഫ്? അത്തരം കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ വലിയ വൈകാരികമായി ഇടപെടുകയും വൈകാരികമായി പറയുകയും ചെയ്യുമ്പോൾ നമ്മൾ അതിൻ്റെ അകത്ത് സാധാരണ ഒരു പ്രോസസ്സ് നടത്തുന്നതാണ് എന്ന് മാത്രമേ മനസ്സിലാക്കേണ്ട ആവശ്യമുള്ളൂ. അതല്ലാതെ അതിനപ്പുറത്തേക്ക് മറ്റൊന്ന് കാണണം എന്ന് എനിക്ക് തോന്നുന്നില്ല. പിന്നെ ഒരു രാഷ്ട്രീയപരമായിട്ട് പറയുമ്പോൾ ഇതെല്ലാം പറയാം. ഞാൻ പറഞ്ഞത് രാഷ്ട്രീയപരമായ കാര്യമല്ല. കേന്ദ്ര സർക്കാരിനെ എല്ലാ സമയത്തും കുറ്റപ്പെടുത്താം. അല്ല, ഞാൻ ചോദിച്ചത് രാഷ്ട്രീയ വിമർശനമല്ല. ഞാൻ ചോദിച്ചത് കോടതി പറഞ്ഞതാണ്. ഞാൻ പറഞ്ഞത് കോടതി പറഞ്ഞതാണ്. അല്ല, ബില്ലുകൾ കൊടുത്തതിന്റെ കണക്ക് ഞാൻ പറയണോ? ബില്ലുകൾ കൊടുത്തതിന്റെ കണക്ക് ഞാൻ പറയണോ? മസില് മാത്രമേ ഉള്ളൂ, ബ്രെയിൻ ഇല്ലാന്ന് തോന്നുന്നു. 2019 2018 ഒക്കെ എല്ലാം കൂടെ ചേർന്നിട്ടുള്ള ഓരോ പേജ് വൈസുള്ള ബില്ലുകളെ കുറിച്ചുള്ള ഡീറ്റെയിൽ ഞങ്ങൾ എടുത്തു വെച്ചിട്ടുണ്ട്. അത് ഞാൻ ആഷ്മിക്ക് അയച്ചു തരാം. ജോസഫ്, ഇവിടെ നമ്മൾ ഏതെങ്കിലും തരത്തിൽ രാഷ്ട്രീയ വിമർശനത്തിന്റെ ഭാഗമായി പറയുന്നതല്ല. കോടതി ചോദിക്കുന്നത് എന്താണ്? 2016-17 വർഷങ്ങളിലെ ദുരന്തങ്ങളുടെ എയർലിഫ്റ്റിംഗ് ചാർജുകൾ എന്തിനാണ് ഇപ്പോൾ കേന്ദ്രം ആവശ്യപ്പെടുന്നത്? മറുപടി ഉണ്ടോ? വയനാട് ദുരന്തത്തിന് തൊട്ടു പിന്നാലെ കേന്ദ്രം ഇക്കാര്യം ആവശ്യപ്പെടുന്ന അത്ഭുതകരമാണെന്ന് പറയുന്നു. ഇതിന് സാഹചര്യം എന്താണ്? സാഹചര്യം രാജ്യം തന്നെ കണ്ട ഏറ്റവും വലിയൊരു ദുരന്തം കഴിഞ്ഞ് 5ാമത്തെ മാസമാകാൻ പോവാ. 5 നയാ പൈസ തരുന്നില്ലെന്ന് മാത്രമല്ല, പൈസ ഇങ്ങോട്ട് താ എന്ന് ചോദിക്കുക. അധർമ്മമല്ലേ ജിജി? അധർമ്മമല്ലേ? ഇതിങ്ങനെയല്ല കാണേണ്ടത് എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. ബാക്കി നിങ്ങൾ ഇനി അല്ലാതെ പറയുന്നതൊക്കെ പറഞ്ഞോ. അല്ല ജിജി, എന്റെ ചോദ്യം രാഷ്ട്രീയ ചോദ്യമായിരുന്നില്ല. ചാമക്കാലയും പ്രകാശ് മാഷ് സംസാരിക്കാൻ പോകുന്നതേ ഉള്ളൂ. അവർ പറയുന്ന രാഷ്ട്രീയമാവട്ടെ. ഞാൻ ചോദിക്കുന്നത് എന്താണ്? ഞാൻ ചോദിക്കുന്നത് കോടതി ചോദിച്ചതാണ്. ഈ പറയുന്ന രീതിയിൽ ഒരു സംസ്ഥാനം കേണു നിൽക്കുന്ന സമയത്താണോ ഇത് ചോദിക്കേണ്ടത് എന്ന ചോദ്യം ശരിയായ ചോദ്യമല്ലേ ജിജി? അതൊന്നും എനിക്കറിയാൻ മേല. കോടതി ചോദിച്ചാൽ ഇവിടെ ആരെങ്കിലും ജപ്തി ചെയ്യാൻ പോകുന്നുണ്ടോ? ഇവിടെ ആരെങ്കിലും ജപ്തി, അത് കേന്ദ്ര സർക്കാർ മറുപടി പറയട്ടെ. അത് കേന്ദ്ര സർക്കാർ മറുപടി പറയട്ടെ. അത് കേന്ദ്ര സർക്കാർ സാധാരണ എന്റെ അറിവിനനുസരിച്ച് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ബുക്ക് അഡ്ജസ്റ്റ്മെന്റ് എന്ന രീതിയിൽ എപ്പോഴും ബില്ലുകൾ വരികയൊക്കെ ചെയ്യും. ഒരു ബുക്ക് അഡ്ജസ്റ്റ്മെന്റ് എന്ന രീതിയിൽ കോടതി അതിന്റെ ഒരു ചോദ്യം ചോദിച്ചു എന്നുള്ളത് അത് മുഴുവൻ ഈ സർക്കാരിനെ വിലയിരുത്തലാക്കരുത്. മൊത്തത്തിൽ ബുക്ക് അഡ്ജസ്റ്റ്മെന്റ് വന്ന് നിൽക്കുകയാണ് എന്ന് പറയുന്നത് ജിജി. മൊത്തത്തിൽ ബുക്ക് അഡ്ജസ്റ്റ്മെന്റ്. അതിന് കാരണം എന്താണ്? ഇടയ്ക്കൊരു കാലത്ത് 153 കോടി കിട്ടിയ കാര്യം പറഞ്ഞു. ഒരു 153 കോടി വയനാടിന് വേണ്ടി കൊടുത്ത കാര്യം പറഞ്ഞു. ചർച്ചകളുമെന്ന് എല്ലാവരും പറഞ്ഞു. കോടതിയിലും പറഞ്ഞു തോന്നുന്നു 153 കോടി. ലാസ്റ്റ് കോടതിയിലേക്ക് ഈ പേപ്പർ വന്നപ്പോഴത്തേക്കാ ബുക്ക് അഡ്ജസ്റ്റ്മെന്റാ. പേപ്പറിലേ ഉള്ളൂ 153 കോടി. കയ്യിൽ 5 പൈസ കിട്ടിയിട്ടില്ല. കിട്ടിയത് വട്ടപൂജ്യമാണ് 153 കോടിയിൽ. സംസ്ഥാന സർക്കാരും കേന്ദ്ര സർക്കാരും തമ്മിലൊരു യുദ്ധമായിട്ടല്ല ഇതിനെ കൊണ്ടുപോകേണ്ടത്. ഇതിനൊരു ഇത് എങ്ങനെ പരിഹരിക്കാം എന്നുള്ളതിനെ കുറിച്ചൊരു വിശദമായ അത് എന്താണ് പരിഹാരത്തിന്റെ കൊടുക്കുന്നതിന്റെ പേപ്പറുകളുടെ പ്രശ്നം എന്താണ്? ഒരു പ്രശ്നവുമില്ല സാറേ, ഒരു പ്രശ്നവുമില്ല ജിജി, ഒരു പ്രശ്നവുമില്ല. തമിഴ്നാട് ദുരന്തമുണ്ടായ ഫിഞ്ചാൽ ചുഴലിക്കാറ്റ്, കേന്ദ്ര സംഘം അവിടെ എത്തി. വൈകുന്നേരം ആയപ്പോഴേക്കും 900 ചില്ലുവാനം കോടി പടപടയെന്ന് ഇട്ട് കൊടുത്തില്ലേ? അപ്പൊ കേന്ദ്രത്തിന് അറിയാം എന്തുകൊണ്ടാണത്. അത് പൂർണ്ണമായി വിവേചനാധികാരമാണ്. ഇവിടെ പ്രധാനമന്ത്രി വന്ന് കണ്ടു. പ്രധാനമന്ത്രിക്ക് 100% തീരുമാനിക്കാൻ അടിയന്തര സഹായം 5 നയാ പൈസ കൊടുത്തോ ജിജി? 5 നയാ പൈസ കൊടുത്തു. തമിഴ്നാട്ടിൽ കൊടുക്കാമെങ്കിൽ കേരളത്തിൽ എന്തുകൊണ്ട് തന്നൂടാ? ഇവൻ എന്നെ കൊണ്ട് പോകുള്ളെന്ന് തോന്നുന്നു. കനിമൊഴി എന്താ പറഞ്ഞേ? അല്ല, അത് വേറെ കാര്യം. ഞാൻ ചോദിക്കുന്നത് കനിമൊഴി എന്താ പറഞ്ഞത്? കനിമൊഴി പറഞ്ഞു ഇവിടെ കേരളത്തിന് വേണ്ടി പോയി ചോദിക്കേണ്ട ഒരു കേന്ദ്രമന്ത്രി, നമ്മുടെ പ്രിയപ്പെട്ട ഒരു കേന്ദ്രമന്ത്രിയുണ്ട്. കേന്ദ്രമന്ത്രി അവിടെ ഇങ്ങനെ കൈയൊക്കെ മലർത്തി തലയൊക്കെ ആട്ടി ചിരിച്ചുല്ലസിച്ച് ഗോഷ്ഠി കാണിക്കുക. ഗോഷ്ഠി കാണിച്ചപ്പോൾ കനിമൊഴി പറഞ്ഞു ഇത് തന്നെയാണ്, ഈ കൈമലർത്തൽ തന്നെയാണ് കേന്ദ്രം ചെയ്യുന്നത് പറഞ്ഞു. നല്ല കാര്യമാണത്. പക്ഷെ പ്രശ്നം അവിടെയല്ലല്ലോ. യാഥാർത്ഥ്യം നിൽക്കുന്നത് എന്താണ്? തമിഴ്നാട് ഫിഞ്ചാൽ ചുഴലിക്കാറ്റുണ്ടായി. അവിടെ കേന്ദ്ര സംഘം രാവിലെ പോയി. അതെ, കേന്ദ്രത്തിന് കൈമലർത്തിനെ പറ്റി പറഞ്ഞ ഇത് കേൾക്കൂ, ഇതൊന്ന് കേൾക്കൂ. ഈ അടുത്ത ദിവസം ഉണ്ടായതാ. കേന്ദ്ര സംഘം രാവിലെ പോയി. കേന്ദ്ര സംഘം വൈകിട്ടായപ്പോഴേക്കും 900 ചില്ലുവാനം കോടി അനുവദിച്ചു. ഏത് മെമ്മോറാണ്ടം,
ഏത് കണക്ക്, ഏത് പേപ്പർ, കേന്ദ്രത്തിന്റെ വിവേചനാധികാരം. 100% ഞാൻ യോജിക്കുന്നു. ഇവിടെ 2012 പ്രളയം ഉണ്ടായില്ലേ സാറേ? അന്ന് രാജ്നാഥ് സിംഗ് വന്നില്ലേ? അന്ന് പോയിട്ട് 500 കോടി പ്രഖ്യാപിച്ചു. ഏത് മെമ്മോറാണ്ടം, ഏത് നിവേദനം? അപ്പോൾ ഒരു എമ്പതി എന്നൊരു സംഭവമുണ്ട്, ഒരു കരുണ എന്നൊരു സംഭവമുണ്ട്. അതില്ല. അതങ്ങ് സമ്മതിക്കും അഡ്വക്കേറ്റ് ജിജി. പിന്നെന്തിനാ ഈ കനിമൊഴി എഴുന്നേറ്റ് നിന്ന് പാർലമെന്റിൽ കേരളത്തെ കുറിച്ച് മാത്രമല്ല പറഞ്ഞു, അവർ തമിഴ്നാടിനെ കുറിച്ചും പറഞ്ഞു. ഒന്നും കിട്ടിയില്ലെന്ന് പറഞ്ഞോ? അതുകൊണ്ട് അവർക്ക് പരാതി ഉണ്ടല്ലോ. തമിഴ്നാടും ചോദിക്കുമ്പോൾ കൈ മടത്തി കാണിക്കുകയാണ്, ഇതുപോലെയാണ് കൈ മടത്തി കാണിക്കലാണ് അവർക്ക് പരാതിയല്ല. അവർ സുപ്രീം കോടതിയിലാണ്. എന്താണ് അതിന് മുമ്പ് മറ്റോ ചുഴലിക്കാറ്റ് അടിക്കുമ്പോഴേക്കും പൈസ കിട്ടാതെ അവർ കോടതിയിലുണ്ട്, സുപ്രീം കോടതിയിലുണ്ട്. അതൊക്കെ അവിടെ നിൽക്കട്ടെ, അത് വ്യവഹാരം വഴി നമ്മളുണ്ടല്ലോ കോടതിയിൽ. ഞാൻ ഏറ്റവും അടുത്ത ദിവസം ഉണ്ടായ ഒരു ഉദാഹരണം ചൂണ്ടിക്കാണിക്കുകയാണ്. തമിഴ്നാട് BJP സർക്കാരാണോ? അല്ലല്ലോ. അല്ലെന്നേ. അവിടെ കൊടുത്തില്ല. അപ്പൊ നമുക്ക് വിവേചനാധികാരം, അങ്ങനെ ഒരു വിവേചനാധികാരം നമുക്ക് ഒരു വിവേചനം ഇല്ലെന്നേ. ശരി, എങ്കിൽ ജിജി പറ. അവിടെ തമിഴ്നാട്ടിൽ രാവിലെ കേന്ദ്ര സംഘം പോയി കാണുകയും വൈകുന്നേരമായപ്പോഴേക്കും 900 ചില്ലുവാനം കോടി അനുവദിക്കാമെങ്കിൽ ഇവിടെ പ്രധാനമന്ത്രി വന്ന് കാണുകയും നമ്മുടെ സംസ്ഥാന ഖജാനയിൽ നിന്ന് 32 ലക്ഷം പ്രധാനമന്ത്രിയുടെ വരവിന് വേണ്ടി മാത്രമായി എന്നാണ് കണക്ക്. അവിടെ ഹെലിപ്പാഡ് ഉണ്ടാക്കാനും മറ്റുമായി. ഇപ്പോൾ പോയി കണ്ട എല്ലാ സാമ്പത്തിക സഹായം ഉണ്ടെന്ന് പ്രഖ്യാപിക്കുകയും പോയി കണ്ടിട്ടും തമിഴ്നാടിന് അനുവദിച്ച അടിയന്തര സഹായം പോലും കേരളത്തിന് നൽകാത്ത എന്തുകൊണ്ടാണ് അഡ്വക്കേറ്റ് ജിജി? അത് പറഞ്ഞപ്പോ നീ എന്തിനാ ഞെട്ടിയത്? അല്ലെ, 2 തവണയായിട്ട് 145.6 കോടി രൂപ വെച്ച് കിട്ടിയില്ലേ? അതിനുശേഷം 153.47 കോടി രൂപ വകയിരുത്തി എന്നാ പറയുന്നേ. ഇല്ല, ഒന്നും ഉണ്ടായിട്ടില്ല. വയനാടിന് വേണ്ടി ഒരു ചുക്കുണ്ടായിട്ടില്ല. 145.6 2 പ്രാവശ്യം SDRF ഫണ്ടായിട്ട് കിട്ടിയത് അതെങ്ങനെയാന്ന് പറയുന്നത്? ഞാൻ ഉത്തരം വായിക്കാം. Taking into account the opening balance on 1st April 2021 received from Office of the Accountant General so and so. As the amount of rupees 153.467 crore approved by the HLC from NDRF is less than the 50% of the balance available in the SDRF amount, the net outgo from the NDRF will be nil for instant calamity. എന്ന് പറഞ്ഞാൽ എന്താ? 153 കോടി നമുക്ക് കിട്ടിയ എത്ര രൂപയാ? ആനമുട്ട കിട്ടിയല്ലോ. കേന്ദ്രം സംസ്ഥാനത്തിലേക്ക് ഉത്തരവാ അഡ്വക്കേറ്റ് ജിജി. അല്ലെന്നേ, 145.6 വെച്ച് 2 പ്രാവശ്യം കിട്ടിയത് എങ്ങനെയാ? അത് SDRF ആണേ. അത് മറ്റു സംസ്ഥാനം കിട്ടിയിട്ടില്ലേ? കണക്കാതാണോ? കേരളത്തിന് 145 കോടി കിട്ടുമ്പോഴത്തേക്ക് മറ്റ് സംസ്ഥാനങ്ങൾക്ക് ആയിരക്കണക്കിന് കോടികളാ. മറ്റ് സംസ്ഥാനങ്ങൾക്ക് ഇപ്പൊ ഹിമാചലിന് ആ കണക്കിൽ 196 കോടിയാ. അവന് കിട്ടിയതൊന്നും പോരാ. നമുക്ക് പീനട്സ് ആയിരുന്നു, പീനട്സ്. SDRF ഫണ്ടല്ലേ എല്ലാ ദുരന്തത്തിനും ഉപയോഗിക്കുന്നത്. ശരി, നമ്മൾ ഒരുപാട് തവണ ആവർത്തിച്ചതാണ്. SDRF ഫണ്ട് എന്ന് പറഞ്ഞാൽ ഒരു വീട് വെക്കാൻ അതിൽ നിന്ന് ചെലവാക്കാൻ കഴിയുന്ന പരമാവധി 1,37,000 രൂപ ചില്ലുവാനും രൂപ മാത്രമാണ്. അതിൽ നിന്ന് പൈസ എടുത്ത് ആവശ്യത്തിന് അടിച്ചു പൊളിക്കുക എന്ന് പറയുന്നത് ഇടുക്കി ഡാമിന്റെ താഴെ നമ്മുടെ വീട്ടിൽ ഉപയോഗിക്കുന്ന പൈപ്പ് വെച്ച് കുടിച്ചു പറ്റിക്കുക എന്ന് പറയുന്ന മട്ടാണെന്നൊക്കെ എല്ലാവർക്കും അറിയാം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ മാനദണ്ഡം ഒരു തോട്ടി കാണണം. അങ്ങനെ കേന്ദ്രം പറയണം ഒരു മാനദണ്ഡം SDRFന് ബാധകമാണ്, നിങ്ങൾ ചെലവാക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടോ ഇതുവരെ? ഇല്ല. ശരി, അല്ല, ഞാൻ പറഞ്ഞത് സംസ്ഥാനത്തിന് അനാസ്ഥയുണ്ടെങ്കിൽ അത് കണിശമായി നമ്മൾ ചോദ്യം ചെയ്യും. പക്ഷെ അതിന് തമിഴ്നാടിന് ഈ പറഞ്ഞ 900 കോടി കൊടുക്കാമെങ്കിൽ കേരളത്തിന് പ്രധാനമന്ത്രി വന്ന് കണ്ടിട്ട് പോയിട്ട് 5 നയാ പൈസ കൊടുക്കാതിരിക്കാൻ മുട്ടാപ്പോക്ക് പറയുന്നതിന് ഒരു ന്യായമല്ല ശ്രീജിജി. തൃശ്ശൂരിൽ നമ്മൾ ജയിപ്പിച്ചു വിട്ട ഒരു കേരളത്തിന്റെ ശബ്ദമാണ്. എന്നാൽ ഈ സുരേഷ് ഗോപി എപ്പോഴും ആവർത്തിക്കുന്ന, ഞാൻ തമിഴ്നാടിന്റെയും കേരളത്തിന്റെയും കൂടെ മന്ത്രിയാണ് എന്ന് ആവർത്തിക്കുന്ന ആളാണ് പുള്ളി. അദ്ദേഹം അവിടെ ഇരുന്നിട്ട് ഇങ്ങനെ കൈ മലർത്തി കാണിക്കുന്നു, ചിരിക്കുന്നു, എന്തൊക്കെയോ കാണിക്കുകയാണ്. അത് സുരേഷ് ഗോപിയുടെ മാത്രം മാനസികാവസ്ഥ എന്ന് കാണണോ, അതോ ഈ കേന്ദ്ര ഭരണകൂടത്തിന്റെയും BJPയുടെ മാനസികാവസ്ഥയാണ് ഈ പറഞ്ഞ ചിരിച്ചുകൊണ്ട് കൈമലർത്തൽ, അധിക്ഷേപിച്ചുകൊണ്ട് കൈമലർത്തൽ എന്നതാണോ കാണേണ്ടത്? സുരേഷ് ഗോപിയുടെ മനോനിലയെ സംബന്ധിച്ച് ഞാൻ താങ്കളോട് പറഞ്ഞ് മനസ്സിലാക്കേണ്ടതില്ല, കേരളത്തിലെ ജനങ്ങളോട് പ്രത്യേകിച്ച് പറഞ്ഞ് മനസ്സിലാക്കേണ്ടതില്ല. അദ്ദേഹം ജയിച്ചുപോയി എന്നതിനപ്പുറത്തേക്ക് അദ്ദേഹത്തിന് 10 വകുപ്പ് കൊടുക്കണം എന്നൊക്കെയാണ് ആദ്യം ആവശ്യപ്പെട്ടത്. ഏതായാലും അദ്ദേഹത്തിന് ഒരു സഹമന്ത്രിയാക്കി നിർത്തിയത് നന്നായി എന്ന് ഇപ്പോൾ തോന്നുന്നു. അങ്ങേയറ്റം നിസ്സഹായരായി നിസ്വരായി നിൽക്കുന്ന മനുഷ്യർക്ക് മുന്നിൽ പോയി ഈ പറയുന്ന കണക്ക് പറയുന്നത് വൃത്തികേടാണ്. പോട്ടെ, നമ്മുടെ ഗതികേട്. ആ കണക്ക് പറച്ചിൽ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ആ കണക്ക് പറച്ചിൽ ഒടുവിൽ കോടതി ഇന്ന് ചോദിക്കുന്നതാണ് കേന്ദ്രത്തില്ല. അവസാന ചോദിക്കുന്നത് ഈ അടിയന്തര സമയത്ത് നിങ്ങൾക്ക് പണം നൽകാൻ കഴിയുമോ? അതൊരു ജുഡീഷ്യൽ ഉത്തരവിലൂടെ വേണോ, അതല്ലാതെ പരിഹരിക്കുന്നോ? നിലപാട് പറ എന്നാ പറയുന്നേ. അതല്ലാതെ നിങ്ങൾക്ക് പൈസ കൊടുക്കാൻ എന്തെങ്കിലും വകുപ്പുണ്ടോ എന്ന് ചോദിക്കുകയല്ല. എണീറ്റ് വരണ്ടേ. ഇന്ന് കോടതി കേന്ദ്രത്തോട് പറയുന്നത് ജുഡീഷ്യൽ ഉത്തരവിലൂടെ പോകുന്നതിനേക്കാൾ നല്ലത് നിങ്ങൾക്ക് പരിഹരിക്കലല്ലേ. കൊടുക്കേണ്ടി വരും കേട്ടോ കേന്ദ്രത്തിന്, എത്ര മുട്ടാപ്പോക്ക് പറഞ്ഞാലും.